അന്ന കൊച്ചേ വാ കഴിക്കാം. ഇതെന്നാ മൈദ വെച്ചാണ് ഉണ്ടാക്കി? ഞാനിതെന്നാ അറിയാം, ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, മറ്റേ നീനാതെ കണ്ടല്ലേ കുറെ ബട്ടണൊക്കെ കിട്ടുന്നുണ്ടല്ലേ, അത് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? 10,000 മില്യനൊക്കെ കഴിഞ്ഞ് അതിലും കഴിഞ്ഞ് പോകുന്നവർക്കൊക്കെയാണ് കിട്ടുന്നത്. നീ ഹന്നക്കുട്ടി നമുക്ക് ഇത് കണ്ടോടി, ഇതുപോലത്തെ ഒരു ബട്ടൺ നമുക്കും കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും ആഗ്രഹം ചെറുതൊന്നുമല്ല മോനെ, വലിയ ആഗ്രഹങ്ങളാ. ഇതേപോലത്തെ ഒരു ബട്ടൺ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അല്ല വെച്ചിട്ടപ്പ ബട്ടൺ തരാ കിട്ടുകയും ചെയ്യല്ലേ മോനെ? നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഒരു ദിവസം ഇതൊക്കെ നടക്കും. നടക്കുന്ന തന്നെ സാറ് കൊണ്ടാ ഇതൊരു ദിവസം നടക്കത്തില്ലേ? അപ്പക്ക് ബട്ടൺ കിട്ടത്തില്ലേ യൂട്യൂബിൽ നിന്ന്? അമ്മയ്ക്ക് കൊടുക്കത്തില്ല, അമ്മയ്ക്ക് കൊടുക്കത്തില്ല. അപ്പൊ നടക്കാൻ പോകുന്നതല്ല, അപ്പക്ക് യൂട്യൂബിൽ നിന്ന് ബട്ടൺ കിട്ടും, പക്ഷെ അപ്പൊ അമ്മയ്ക്ക് കൊടുക്കത്തില്ല. ഡീലല്ലേ? ഓക്കെ കേട്ടോ, അമ്മയ്ക്ക് കൊടുക്കുന്നില്ല. നീ കണ്ടോ ഇതൊക്കെ നടക്കും, നീ ഇപ്പൊ കഴിക്കും. പിന്നെ നടന്നു, എവിടെ നടന്നത്? നിങ്ങൾ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. മോനെ അത് പൊട്ടിക്കല്ലേ, എന്റെ അപ്പന്റെ പൊട്ടിച്ചായല്ല കേട്ടോ. എന്റെ മനുഷ്യ ഇപ്പൊ അതും കൈവച്ചുകൊണ്ടിട്ടിരിക്കണ ഈ കിടന്ന് ഉറങ്ങുക. അത് മാറ്റി വെച്ചിട്ടൊന്ന് കിടന്ന ഒരു മനുഷ്യ. ഇത് കൈവച്ചാലൊന്നും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. എന്തൊരു കഷ്ടം നോക്കിക്കോണേ, 24 മണിക്കൂറും അതും കൈവച്ചോണ്ടാ കിടക്കുന്നത്. ഇപ്പൊ കിട്ടും ഡയമണ്ട്. കുട്ടികൾ ബോറിംഗ് ആണ്, എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്? ഞാൻ മാറ്റിക്കോട്ടെ, കഷ്ടമുണ്ട്. സിനിമയൊക്കെ കാണാൻ എത്ര വർഷങ്ങളായിട്ടുള്ളതാണെന്നറിയോ? സെയിം ആശാപേർ തന്നെ. ചേച്ചിമാവോ കുഞ്ഞായപ്പോ അറിയോ? ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹല്ലേ? 10 മണിക്കല്ലേ? ആ ഓക്കെ എനിക്കറിയാം സ്ഥലം എനിക്കറിയാം. അവിടെ എത്തിയിട്ട് വിളിച്ചോ. ഞങ്ങൾ ബിൽഡിങ്ങിന് താഴെ എത്തുമ്പോഴേക്കും വിളിക്കാം, അപ്പോഴേക്കും അറേഞ്ച് ചെയ്തതാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ, നാളെ കാണാം. ഓക്കെ ആ ഓക്കെ. ഫസ്റ്റ് ഇന്റർവ്യൂ നാളെ 10 മണിക്ക് BMC വെച്ചിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ. സീരിയസ്ലി? ആ BMC വെച്ചിട്ട് മറ്റേ കണ്ടന്റ് ഇല്ല മീഡിയ. നമ്മുടെ ഇന്റർവ്യൂ, നമ്മുടെ സക്സസ് സെലിബ്രേഷന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ നാളെ കേട്ടോ. നാളെ സീരിയസ്ലി നീ നമ്പർ കണ്ടോ? കണ്ടന്റ് ഇല്ല മീഡിയ കണ്ടോ? ആ അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് പോണം. ആദ്യത്തെ ഇന്റർവ്യൂ പേടിയാണോ? എനിക്ക് ഈ ഇന്റർവ്യൂ ആരെ എടുക്കുന്ന അറിയാം. നമ്മളിപ്പോ ഈ ഇതിലൊക്കെ പുതിയതായിട്ടൊരു കുട്ടിയുണ്ട്, ഈ വോയിസ് ഓവർ കൊടുക്കുന്ന പുതിയ ചാനലിലൊക്കെ, ആങ്കർ ടിൻസി എന്ന് പറയും. പുള്ളിക്കാരി ടെൻഷൻ അടിക്കേണ്ട, ഏതായാലും വരട്ടെ. ഓക്കെ Dance with me. Back and forth. Move my body back and forth. കണ്ടന്റ് ഇല്ല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ അതിഥിയായി വന്നിരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ തരംഗമായിരിക്കുന്ന 2 പേരാണ്. ഒരു ഫാമിലിയാണ്, മറ്റാരുമല്ല, നമ്മുടെ ഇവ അന്ന വൈബ്സ്. വെൽക്കം ഇവ അന്ന വൈബ്സ് ടു അവർ കണ്ടന്റ് ഇല്ല മീഡിയ. ഒരു യൂട്യൂബ് ചാനൽ എന്ന സ്വപ്നം നിങ്ങൾ എങ്ങനെയാണ് സാധിച്ചത്? അത് നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് പറയാൻ സാധിക്കുമോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം, എല്ലാവരും നമ്മോട് ചോദിക്കാറുള്ളൊരു ചോദ്യം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ കലാകായിക രംഗത്തൊക്കെ ഞങ്ങൾ സജീവമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരവും കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ നാൾ എക്കണോമിയായിട്ട് പോകുന്നു, ഒതുങ്ങിയൊക്കെ നിന്നു. ഇപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു,
ഞങ്ങളത് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുകയാണ്. ശരിക്കും ഞങ്ങൾ അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് തുടങ്ങുക. പക്ഷേ ഈ ഒരു സക്സസ്സിലേക്ക് എടുക്കാൻ പറ്റും എന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. എല്ലാം നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ ഹെൽപ്പാണ്. നമ്മൾ ആദ്യം തൊട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. വ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വന്നിരുന്ന് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവില് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഉണ്ട്. നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ആയിട്ടൊരു താങ്ക്സ് പറയുകയാണ്. എല്ലാ ഉയർച്ചയുടെ പിന്നിലും നിങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇത്ര ഫേമസ് ആയത്. അതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാം. ഓക്കെ. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനൊരു പ്ലാൻ വരികയും ഇതിന്റെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്തൊക്കെ യഥാർത്ഥത്തിൽ ഞാനാണ് അതിന്റെ ഒരു അല്ല ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ഒരു ടീം വർക്ക് ആയിരുന്നു ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അത് വ്യക്തമല്ല. ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചും തർക്കങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നതും എല്ലാം നമ്മൾ പരസ്പരം എല്ലാം റെസ്പെക്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു യഥാർത്ഥ ഐഡിയയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടായ്മ, അതാണ് ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ്. യഥാർത്ഥത്തിൽ നല്ല ബോണ്ടിങ് ആണ് ഞങ്ങൾക്ക്. അപ്പം അതാണ് അതിന്റെ ഒരു കാരണം. അത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ കാരണം. നിങ്ങളുടെ ഈ ചാനലിന്റെ പേര് തന്നെ ഇവാഹന്ന വൈബ്സ് എന്നല്ലേ? എന്നിട്ട് നമ്മളവിടെ നമ്മുടെ കുട്ടികളെ കണ്ടില്ലല്ലോ. അതെ, കുട്ടികളുടെ പേരാണ് ഞങ്ങളുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. ശരിക്കും കുട്ടികൾ ഇപ്പം അവരെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു പുറത്ത് നിർത്തിയിരിക്കുന്നു പറഞ്ഞാൽ ശരിക്കും സ്കൂളിന്റെ പുറത്ത് ഫീസിന്റെ എക്സാം പിള്ളേർക്ക് എക്സാം ആയിട്ട് കുറച്ച് തിരക്കൊക്കെയാണ്. അതെ 2 മാസമായിട്ട് പിള്ളേർക്ക് കണ്ടിന്യൂസ് എക്സാം. അതുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകത്തില്ല. ഇപ്പൊ പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയാണല്ലോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാലല്ലേ അവരും ഒരു ഉയർച്ചയിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവരുടെ പേരിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീഡിയോസ് കാണാനാണ് താല്പര്യമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുത്തും. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് വരിക അവരുമായിട്ടൊക്കെ ഉള്ളതായിരിക്കും. നമ്മുടെ ഫാമിലി വീഡിയോസ്, ഫാമിലീസിനെയാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ടുള്ള വീഡിയോക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. കൂട്ടി പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് വരുമാനമൊന്നും അങ്ങനെ ഒന്നും ആയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറഞ്ഞില്ല. അപ്പം നമ്മൾ കുട്ടികളുടെ കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി വീഡിയോസ് ഞങ്ങൾ കൂടുതൽ ഇനി നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യും. അപ്പം അതുവഴി നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും. നിങ്ങളുടെ സപ്പോർട്ട് അത് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം. അതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റത്തില്ല. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗം കൂടെയാണ്. അപ്പത്തേനും നിങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ ഒക്കെ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അങ്ങനെ വരുമാനമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു 4 ട്രസ്റ്റുകൾ കൂടിയാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ട്രസ്റ്റുകളുടെ ചെലവിന് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ നല്ല ഒരു ഇത് വരും. അപ്പം ട്രസ്റ്റുകളുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ചെലവുകൾ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ നിങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങളൊരു ട്രസ്റ്റിന് വേണ്ടിയാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രസ്റ്റ് വഴി ചെയ്യുന്നത്? അതൊന്നും നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ 4 ട്രസ്റ്റുകൾ, അതായത് ട്രസ്റ്റില് 4 മെമ്പേഴ്സാണ് നമ്മുടെ ട്രസ്റ്റിലുള്ളത്. അതിൽ ഒരു മെമ്പർ ഞാൻ, 1 ഇവള്, പിന്നെ ഞങ്ങളുടെ മക്കൾ. അങ്ങനെ ഞങ്ങൾ 4 പേരടങ്ങുന്ന ട്രസ്റ്റാണ് ഞങ്ങളുടെ. അപ്പം ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ചെലവ് കൂടുതൽ ഇതായിട്ട് വരുന്നത് ഇപ്പം ട്രസ്റ്റി നമ്പർ 2-ന്റെ ചിലവ് യഥാർത്ഥ മേക്കപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല അതങ്ങനെയല്ല, നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനത്തെ കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനായിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകണം.
സപ്പോർട്ട് നമ്മുടെ വ്യൂവേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ വ്യൂവേഴ്സ്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യണം. അതുപോലെ തൊട്ടുള്ളിടത്തുള്ള ബെല്ലൈക്കണും കൂടെ അടിച്ചെങ്കിലും അതെ എങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്ന വീഡിയോസ് ഞങ്ങൾ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കും. മുന്നോട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ യഥാർത്ഥത്തിൽ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഞങ്ങൾക്കത് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുക. നിങ്ങളാണ് ഞങ്ങളുടെ ബലം. ഞങ്ങൾ എപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. സബ്സ്ക്രൈബേഴ്സിന്റെ അതെ അതാണ് ഞങ്ങൾക്ക് ഒരു സാധനം കൂടെ ഒരു കാര്യം കൂടെ പറയാം. യഥാർത്ഥത്തിൽ ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ ഒരു ഡയമണ്ട് യൂട്യൂബിൽ നിന്ന് ഡയമണ്ട് ബോക്സ് അത് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വപ്നമായിരുന്നു വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം. ഇത് വലിക്കുമായിരിക്കും അല്ലേ? ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഇതാണ് ഞങ്ങളുടെ ആ ലക്ഷ്യം. ഈ ഒരു സ്വപ്നം ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഇതാണ് ഞങ്ങളുടെ ആ ലക്ഷ്യം, ഇതാണ് ഞങ്ങളുടെ ആ സ്വപ്നം. കണ്ടിട്ടില്ല വീഡിയോയില് ഒരു സാധനം കൂടെ ഒരു കാര്യം കൂടെ പറയാം. യഥാർത്ഥത്തിൽ ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ ഒരു ഡയമണ്ട് യൂട്യൂബിൽ നിന്ന് ഡയമണ്ട് ബോക്സ് അത് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതിലേക്ക് ചിരിച്ചത് പറഞ്ഞു